for the nation. Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് അടുത്തതായി. റിട്രോ സ്റ്റൈൽ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ഉണ്ണിമായ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ഉണ്ണിമായ. ഉണ്ണിമായ, ഹായ്. നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ. സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടുണ്ട്. സുന്ദരി കുട്ടിന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിലെ മഴത്തുള്ളി പളുങ്കുക. എന്റെ ഫേവറേറ്റ് സോങ് ആണ്. നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.
ഉണ്ണിമായ എന്തോ ഓസം പെർഫോമൻസ് ഉണ്ണിമായ. നമ്മുടെ ഡാൻസേഴ്സ് അവർക്കൊരു വലിയ കൈയടി കൊടുക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആക്കി ഉണ്ണിമായുടെ പെർഫോമൻസ്. ഉണ്ണിമായ എങ്ങനെ ഉണ്ടായിരുന്നു? പാടിയത് ഇഷ്ടായോ? ഓക്കെ, നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ബീച്ചേട്ടാ. ഉണ്ണിമായ സർ, നല്ലൊരു പാട്ടാണ്, മോള് നന്നായിട്ട് പാടി കേട്ടോ. അത് മാത്രമല്ല ഡാൻസേഴ്സിന്റെ ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായി. പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോള് ഒരു മേ ബി അതൊരു ഡീസെന്റ് ആയിട്ട് മോള് പാടി കേട്ടോ. എനിക്ക് ഒരു ആഡ് ചെയ്യാൻ തോന്നുന്നത്, മോള് ഈ പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ എന്താ പറയാ, ഒരു ബെൻഡുകളും ക്രസൻഡോകളും ഉണ്ട്. അത് മോളത് അതേപോലെ ചെയ്യണം. എന്നാലേ ആ ഒരു അത് അങ്ങനെ ഒരു വളരെ പ്ലീസിംഗ് ആയിട്ട് എല്ലാത്തിനും കുണുക്കുകൾ കുറച്ച് കൂട്ടുക. അങ്ങനെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഇടണം എന്ന് എനിക്ക് തോന്നുന്നു ഈ പാട്ടിന്. അങ്ങനെയല്ലേ അവർ പാടിയിട്ടുള്ളത്. അത് മോള് കുറച്ച്, പിന്നെ അനുപല്ലവിന് കുറച്ച് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി. മോള് കുറച്ച് മേലേക്ക് പാടുന്ന സമയത്ത് കുറച്ച് മിതത്വം പാലിച്ചു. അവിടെ എങ്ങനെയാണ് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു സംഭവം തോന്നി എനിക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഹാപ്പിയായി. ചരണവത്തിപ്പ് ഭാഗവത്തിപ്പ് വീണ്ടും വന്നു എന്ന് പറയുന്നൊരു സംഭവം തോന്നി കേട്ടാ. അതേ എനിക്ക് തോന്നിയുള്ളൂ, വേറെ പ്രത്യേകിച്ച് മിസ്റ്റേക്സ് ഒന്നുമില്ല കേട്ടോ. ഗുഡ് ലക്ക്. ഉണ്ണിമായ ചേച്ചി ലുക്കിംഗ് വെരി പ്രിറ്റി. നന്നായിട്ടുണ്ട് സാരിയും ഒക്കെ. ഏതൊരു 1970s ഇറങ്ങി വന്ന മാതിരിയുണ്ട്. പാട്ടിലേക്ക് കടന്ന പാട്ട് നന്നായി പാടി. ഓവറോൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ബിജി നേരത്തെ പറഞ്ഞ മാതിരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഇത് പലപ്പോഴും ഒ പി നായർ സാബൊക്കെ ചെയ്തിരുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു ബെൻഡിങ് നോട്ട്സും അത് കുറച്ചുകൂടി എക്സാജറേറ്റഡ് ആയിട്ട് പാടണം. അത് വേണമെന്ന് വെച്ചിട്ടാണ് ആ എക്സാജറേഷൻ കൊണ്ടുവരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് ശ്രേയ പാടിയിരിക്കുന്നത് നല്ലൊരു നോട്ടി ഫീലിങ്ങോട് കൂടിയാണ്. ആ ഒരു നോട്ടിനെസ് വോയിസിൽ കുറച്ചുകൂടി വരണം. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഫ്ലാറ്റ് സിംഗിങ് ആയിപ്പോയി. ഞാൻ ശ്രുതിയുടെ കാര്യമല്ല പറയണേ, ആ ഒരു നോട്ടി, ഒരു സിംഗ് എന്ന് പറയുമല്ലോ, ഒരു കുറച്ച് ബൗൺസി ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ ഒരു ബൗൺസി ഫീലിംഗ് കുറച്ചുകൂടി വരണം. പക്ഷെ നല്ല സിംഗറാണ്. യു ആർ എ വെരി ഗുഡ് സിംഗർ. ഓൾ ദി ബെസ്റ്റ്. ഉണ്ണിമായ പ്രണയം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ സർ, ONV കുറുപ്പ് എന്നാണ് എൻ്റെ ഓർമ്മ, രചന, അലോങ് വിത്ത് വിജയ് യേശുദാസ് ആൻഡ് ശ്രേയ ഘോഷാൽ, അവർ നമുക്ക് സമ്മാനിച്ച പാട്ട് മോള് വളരെ പ്ലീസിംഗ് ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. യു ലുക്ക്ഡ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം, മോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. നല്ല പ്ലീസിംഗ് ആയിട്ട് നമ്മുടെ മുമ്പിൽ മോള് പാട്ട് പ്രസന്റ് ചെയ്യാൻ പഠിച്ചു. താങ്ക് യു ഫോർ ദാറ്റ്. ബിക്കോസ് ഞാൻ പറയാറുള്ള പോലെ നേരത്തെ ഒരു ചെറിയ വിഷാദഭാവമൊക്കെ മാറി. ഭയങ്കര ഹാപ്പി ആയി മോള്. ഈ ഒരു റിയൽ ലൈഫിൽ മോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതേ നേച്ചർ തന്നെയാണ് നമുക്ക് പാട്ട് പാടുമ്പോഴും വേണ്ടത്. അത് മോള് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ആൻഡ് റിമാർക്കബിൾ ആയിട്ടൊരു ഇംപ്രൂവ്മെന്റ് ആണ് ആ കാര്യത്തിൽ. പാട്ടിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞ മെയിൻ ഫാക്ടർ തന്നെ, അതായത് ഒരു ഗായത്രി പറഞ്ഞൊരു ബൗൺസിങ് നേച്ചർ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഫീൽ, അതാണ് അതിന്റെ ഒരു അതിന്റെ ഒരു ആഡഡ് ഫ്ലേവർ ഈ പാട്ടിന് കൊടുക്കുന്നത്. ആ ഒരു ഇമോഷൻ എന്തായാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ ഈ പാട്ടിന്. അത് കൂടാതെ അനുപല്ലവിയും ശരണത്തിന്റെയും തുടക്കം നല്ലോണം പിച്ച് ഔട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് നല്ലൊരു കാര്യം, നല്ല ബ്രെത്ത് കൺട്രോൾ ഉണ്ട് മോൾക്ക്. ഇതിൽ അനുപല്ലവിയുടെയും ശരണത്തിന്റെയും അവസാനം വരുന്ന പോർഷൻ സിംഗിൾ ബ്രെത്തിൽ പാടേണ്ടതാണ്. അത് മോൾ നന്നായിട്ട് പാടി. വെരി ഗുഡ് ഫോർ ദാറ്റ്. ആൻഡ് ചെറിയ സജഷൻസ് ജഡ്ജസ് പറഞ്ഞു. ആൻഡ് ഐ ഓൾസോ ജോയിൻ വിത്ത് ദം. ആ ഒരു ഫീൽ, ഒരു സ്പാർക്ക്, അഡീഷണൽ സ്പാർക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പാടിന്റെ ഒരു കംപ്ലീറ്റ്നെസ് ആവുള്ളൂ. അതുകൊണ്ടാണ്. നെവർ മൈൻഡ്, നെക്സ്റ്റ് പെർഫോമൻസ് വിൽ ബി ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം നമുക്കിനി മാർക്സ് അറിയാം അല്ലേ? ഓക്കെ. ബിചേട്ടാ, ഓൺ 30 26.75. പിന്നെ എക്സ്പ്രഷന് 3-ൽ 2.5 മാർക്ക്. താങ്ക് യു ബിചേട്ടാ. ഗായത്രി ചേച്ചി 26.5 മാർക്സ് ഔട്ട് ഓഫ് 30. പിന്നെ ഫീലിന് 2.5 ഔട്ട് ഓഫ് 3. താങ്ക് യു ചേച്ചി. അനുപേട്ടാ? മോളെ ഞാൻ 26.5 ഔട്ട് ഓഫ് 30. ആൻഡ് സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 3.75 ഔട്ട് ഓഫ് 4. താങ്ക് യു അനുപേട്ടാ. ഉണ്ണിമായ, യുവർ ടോട്ടൽ സ്കോർ ഈസ് 88.5 on 100. ഫിഫ്ത് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? ഇനി 3 പെർഫോമൻസ് ഉണ്ട്. അതിൽ നന്നായിട്ട് ഇതിലും ഇംപ്രൂവ് ചെയ്ത്
എല്ലാം ജഡ്ജസ് പറഞ്ഞൊക്കെ മൈൻഡിൽ വെച്ച് കറക്റ്റ് ചെയ്ത് വരാം. ഓൾ ദി ബെസ്റ്റ് ഉണ്ണിമായ. താങ്ക് യു. താങ്ക് യു. ITL World Junior Idol സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ മനോഹരമായ 3 പെർഫോമൻസുകൾ ആസ്വദിച്ചു. ഇനിയും നല്ല നല്ല പെർഫോമൻസുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിനായി കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇന്ന് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ട്രാവലിംഗ് എന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായി ITL World Travel Management Company is there for you by reminding you that this is me Meghna owering out from your favorite show ITL World Junior Idol Season 2. Good night, take care and bye bye.